ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മനോഹരമായിട്ടുള്ള വെള്ളിക്കൽ പാർക്ക് കാണാനാണ്. സി, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വിഷ്വൽ ഭംഗി. വെള്ളിക്കൽ പാർക്ക് സി, കാണു ഗൈസ്, എത്ര മനോഹരമാണല്ലേ. നമ്മുടെ അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ട് നമ്മളിപ്പോൾ അറിയുന്നത്. അപ്പോൾ എമിലി ഉണ്ട്. എമി, വാട്ട്സ് ദിസ് പ്ലേസ്? They call it Eco Park. Never mind, he don't speak English, okay? ഓക്കെ, അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നമ്മളെ കൂട്ടിക്കൊള്ളുന്നത് നമ്മുടെ സ്വന്തം അനിവാസാണ്. ഇത് വെളിക്കൽ പാർക്ക്, നമ്മുടെ ഇക്കോ പാർക്കുകൾ കേരളം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളുടെ ഒരു പർദീസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുപോലെ പ്രാദേശികമായിട്ടുള്ള ഇക്കോ പാർക്കുകളാണ്. ഇത് കുറ്റിക്കോൽ പുഴ, അതുപോലെ തന്നെ കുപ്പം പുഴയിൽ നിന്ന് കടന്നു വരുന്ന ഒരു ജലാശയം അത് സംഗമിക്കുന്നതിൻ്റെ ഒരു സമീപ പ്രദേശം കൂടിയാണ്. ഇതൊരു പൊതുവിൽ നമുക്ക് കൈപ്പാട് പ്രദേശം എന്ന് പറയുന്ന ചെമ്മീൻ കണ്ടികൾ, അതുപോലെ തന്നെ ഒരു മത്സ്യബന്ധനത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലോ ലാൻഡായിട്ട് ആഴം കുറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. കണ്ടൽ കാടുകൾ നിറയെ നിറഞ്ഞിരിക്കുന്നതും പക്ഷി സങ്കേതങ്ങളും ഒക്കെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രാമീണ മേഖല കൂടിയാണ്. ഗ്രാമീണമായിട്ടുള്ള ഒരു ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന ഒരു ജീവിച്ചു പോകുന്ന ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു സൗഹൃദത്തിൻ്റെ കൂടി അന്തരീക്ഷത്തിൽ ഒരു ടൂറിസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ വെള്ളിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ പാർക്കിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ഇവിടെയുള്ള ജനപ്രതിനിധികൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട്. അതിൻ്റെ നവീകരണ പ്രവർത്തനം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി. അതിൻ്റെ ഒരു മൂർധനത്തിൽ എത്തിയതിനു ശേഷം വീണ്ടും അത് കുറച്ചൊക്കെ ക്ഷയിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ നവീകരണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഒരു സംഗമിക്കുന്ന ഒരു കേന്ദ്രത്തിന് അടുത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉള്ളത്. തളിപ്പറമ്പിൽ നിന്ന് കൂട് വഴി വെള്ളിക്കൽ പാർക്കിലേക്ക് എത്താനുള്ളതും, അതുപോലെ തന്നെ ധർമ്മശാലയിൽ നിന്ന് ഇവിടെ അഞ്ചാമ്പടി വഴി ഇങ്ങോട്ടേക്ക്, ഉഴക്കം വഴി ഇങ്ങോട്ടേക്ക് എത്താനുള്ളതും, അതുപോലെ തന്നെ ചെറുകുന്ന് തന്നെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം എത്താനുള്ള ഏറ്റവും അടുത്തുള്ള ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നല്ലൊരു പാർക്കാണ്. ജലാശയവും അതുപോലെ തന്നെ ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന കണ്ടൽ വനങ്ങളും ഒക്കെ വളരെ ആകർഷകമായിട്ടുള്ള ഒരു സായം സന്ധ്യ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ്. മണിപ്പൂരിൽ നിന്നുള്ള നമ്മുടെ സൗഹൃദങ്ങളിൽ ലില്ലി ആൻഡ് എമിലി, they are also accompanying us. They are also enjoying this beautiful Kerala. Okay, Lily, did you like the place? How is this place? Vellikal Park? See, Vellikal Park. Yes, nice place. Nice place. I like. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തളിപ്പറമ്പിൻ്റെ അടുത്തൊക്കെയുള്ള ആൾക്കാർ വൈകുന്നേരമൊക്കെ സമയം ചിലവഴിക്കാൻ ജസ്റ്റ് ഒന്നിവിടെ വരിക, ഒന്നുമില്ല കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക. എന്തോ ഒരു പ്രത്യേക പോസിറ്റിവിറ്റിയാണ് ഇവിടെ വന്നാൽ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ തീർച്ചയായും വരിക. സ്ഥലങ്ങളൊക്കെ വെള്ളിക്കൽ പാർക്ക് ഇവിടെ തളിപ്പറമ്പിന് ചുറ്റുവട്ടത്തെയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് ജസ്റ്റ് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുക. അപ്പോൾ എൻജോയ് ചെയ്യാം. ബൈ.